يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ഒരു മുഅ്മിനും മുത്തഖിയും മുഹ്സിനുമായി ജീവിച്ച് മരണപ്പെട്ടു പോവാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ചെറിയ ഒരു വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിലെ ഏതൊരു സൃഷ്ടിജാലത്തിനും അതിന്റെ റിസ്ഖ് അള്ളാഹുവിന്റെ മേൽ ബാധ്യതയാണ്. അല്ലാഹു അറിയുന്നുണ്ട് മുസ്തഖറഹ വ മുസ്തൗദഅഹ. അത് അതിന്റെ ഭക്ഷണം സൂക്ഷിച്ചു വെക്കാനുള്ള താവളവും അതിന്റെ താമസ സ്ഥലമൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. കുല്ലും ഫീ കിതാബിൻ മുബീൻ. എല്ലാം അള്ളാഹുവിന്റെ ഒരു തുറന്ന രേഖയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നു. ഇതാണ് ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. സഹോദരങ്ങളെ, അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള, അവന്റെ അസ്മാഉ വ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള അറിവാണ്. ആ അറിവിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നിർവഹിക്കലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ പ്രവർത്തനമെന്ന് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആ പഠനത്തില് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന, മനസ്സിരുത്തേണ്ടുന്ന, ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടുന്ന 2 നാമങ്ങളെ കുറിച്ചാണ് ഇന്ന് ഓർമ്മയിൽപ്പെടുത്തുന്നത്. ഒന്ന് അർ-റാസിഖ്. അതിൽ നിന്ന് തന്നെ ഉണ്ടായ പദമാണ് അർ-റസ്സാഖ്. ഈ 2 നാമങ്ങളും റിസ്ഖ്, റാസിഖ് എന്ന അള്ളാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആദ്യമേ എന്നോടും നമ്മളോടും ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ നാമങ്ങൾ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടാൽ ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ടെൻഷനുകൾ നമുക്ക് മാറിക്കിട്ടും. അസ്വസ്ഥതകൾ മാറും, നമ്മൾ ഫ്രീ ആവും. കൂടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും അത് ഒരു ബോധ്യം നമുക്ക് വരികയും ചെയ്യും. റസഖ എന്ന അറബിയിൽ പറഞ്ഞാൽ അതിനാണ് ഈ റാസിഖ്, റിസ്ഖൊക്കെ ഉണ്ടാകുന്നത്. ഈ വാക്കിന്റെ അർത്ഥം നൽകുക, അനുഗ്രഹിക്കുക, വിഭവങ്ങൾ നൽകുക, ഉപകാരപ്രദമായ കാര്യങ്ങൾ സംവിധാനിക്കുക. ഇതൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമ്മുടെ ഉപജീവനത്തിന് ഈ ദുനിയാവിലും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആഖിറത്തിലും അവിടെയെല്ലാം വിജയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾക്കെല്ലാം ഭാഷയിൽ എന്തു പറയും? റിസ്ഖ് എന്ന് പറയും. അങ്ങനെ പറയുമ്പോ റിസ്ഖ് എന്ന് പറയുന്നിടത്ത് ഉലമാ അതിന് ബയാൻ ചെയ്യുന്നത്
നേരെ നമ്മളത് പഠിക്കണം. ഹുവൽ അതാഉൽ ജാരി ദുനിയവിയൻ ഔ ഉഖ്റവിയൻ. ഹുവൽ അതാഉൽ ജാരി. അതാ എന്ന് പറഞ്ഞാൽ ദാനം, സമ്മാനം എന്നൊക്കെയാണ് പദത്തിനർത്ഥം. ഹുവൽ അതാഉൽ ജാരി, നിരന്തരമായി അണമുറിയാതെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സമ്മാനമാണ്, ദാനമാണ് അള്ളാഹുവിൽ നിന്നും. എവിടെയൊക്കെ? ദുനിയവിയൻ ഔ ഉഖ്റവിയൻ, രണ്ട് ലോകത്ത്. എങ്ങനെ അറിയോ? ലാഹിറൻ കൽരിസ്ഖി വൽ മാലി ബാത്തിനൻ കൽ ഇൽമി വൽ ഹിദായ. പ്രത്യക്ഷമായി നമ്മുടെ അന്നം, ഉപജീവനങ്ങൾ, അതുമായൊക്കെ ഉള്ളത്. പിന്നെ അതിന് വേണ്ടുന്ന സമ്പത്ത്, അതിനൊക്കെ ഈ പദം ഉപയോഗിക്കും. പരോക്ഷമായത് എങ്ങനെയാണ്? കൽ ഇൽമി വൽ ഹിദായ, നമ്മുടെ അറിവുകള്, ബുദ്ധിപരമായ മികവുകള്, സന്മാർഗ പ്രാപ്തിക്കു വേണ്ടി നമ്മൾ നേടിയെടുക്കുന്ന ഒട്ടനവധി കഴിവുകൾ, അതിന്റെ സാഹചര്യങ്ങൾ എല്ലാം ഈ ഭാഗത്ത് വരുന്നതാണ്. വെച്ചാൽ അപ്പോ റിസ്ക് എന്ന് പറഞ്ഞ ഭൗതികമുണ്ട്, മതപരമായി നമുക്ക് കിട്ടുന്ന എല്ലാ വിഭവങ്ങളും റിസ്ക്കാണ്. ഭൗതികം എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നുകൂടി ബയാൻ ചെയ്യുന്നുണ്ട്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വാഹന സൗകര്യം, കുടുംബപരമായി ജീവിക്കാൻ ആവശ്യമായ എല്ലാം. ഓക്കെ, അതൊക്കെ അള്ളാന്റെ റിസ്ക്കാണ്, പടച്ചോന്റെ ദാനമാണ്. പരലോകം എന്ന് പറഞ്ഞാലോ അവിടേക്കുള്ളതോ ഉപകാരപ്രദമായ അറിവുകള്, പിന്നെ അമ്പിയാക്കന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന സന്മാർഗങ്ങള്. അത് മാത്രമല്ല, ഈ സന്മാർഗം സ്വീകരിക്കാൻ, അത് ഉൾക്കൊള്ളാൻ അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തൗഫീഖ്, അത് വളരെ പ്രധാനമാണ്. ഒരു ഇൽമുണ്ടായി എന്നതുകൊണ്ട് ഒരു മനുഷ്യൻ നന്നാവൂലല്ലോ. അത് ഉൾക്കൊള്ളാൻ പടച്ച റബ്ബിൽ നിന്ന് കിട്ടേണ്ടത് ഒരു ഉദവി എന്ന് പറയുന്നതിന് മലയാളത്തിൽ ഒരു തൗഫീഖ്, ഈമാന്, ഇസ്ലാം, ഇഖ്ലാസ് എല്ലാം അള്ളാഹുവിന്റെ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇവയെ സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള ഒരു ഇൽമ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോ റാസിഖ്, റസ്സാഖ്, എന്താണ് ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? റാസിഖ് എന്ന് പറഞ്ഞാൽ റിസ്ക് തരുന്നവൻ. എല്ലാം ആര് തരുന്നതാണ്? അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. റസ്സാഖ് എന്ന് പറയുമ്പോ ആ നൽകൽ എങ്ങനെ അറിയാം? ഈ റിസ്കിന്റെ കസ്റത്താണ്. ഒരുപാട് ധാരാളമായി നമുക്ക് റിസ്ക് കിട്ടുക, അതിൽ ധാരാളമായി നമുക്ക് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോ കണക്കില്ലാതെ നമുക്ക് റിസ്ക് തരുന്നവൻ. നോക്ക്, നമ്മൾ പഠിച്ചുപോയ ആയത്താണ്. അള്ളാഹു നമുക്ക് തന്ന റിസ്ക് എത്ര എണ്ണിയാലും നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതിന് മാത്രം അനുഗ്രഹങ്ങളാണ്. പടച്ചോൻ പറഞ്ഞത് എന്താ അറിയോ? ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. എല്ലാ വസ്തുക്കളിലും അള്ളാഹു അവൻ റിസ്കിനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കി, ഒരു കോഴിമുട്ട, അതിൽ ശരിക്കും അതിന്റെ പഠനത്തിൽ തന്നെ നമുക്ക് പറയുന്നുണ്ടല്ലോ, അതിലെ മഞ്ഞക്കരുവാണല്ലോ ജീവൻ തരുന്നത്. അത് ഇത്ര ദിവസം അടയിരിക്കുമ്പോ ആ ജീവനെ വളർത്തുമ്പോ അതിന് ഭക്ഷണം വേണം. ആ ഭക്ഷണത്തിന് വരെ ആ വെള്ള അതിനെ അവിടെ അള്ളാഹു അവിടെ നിക്ഷിപ്തമാക്കി അവിടെ വെച്ചു, അല്ലേ? അപ്പൊ അത്ര വരെ അങ്ങനെ നമ്മൾ പഠിക്കുന്ന സന്ദർഭങ്ങളിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അതാഅ്, അവന്റെ റിസ്ക് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും എല്ലാത്തിനും പടച്ചോൻ റിസ്ക് കൊടുക്കുന്നുണ്ട്. അത് ദുർബലനുണ്ട്, അത് സമ്പന്നനുണ്ട്, നിഷേധികൾക്കുണ്ട്, മുഅ്മിനീങ്ങൾക്കുണ്ട്. അങ്ങനെ വ്യത്യാസങ്ങളില്ലാതെ മുഴുവൻ ജീവിവർഗത്തിനും അള്ളാഹു റിസ്ക് കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൽ നിന്ന് റിസ്ക് കിട്ടാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ശരിക്കും ആലോചിച്ച് നോക്കിയേ, റിസ്ക് എന്നത് കേവലം ഭക്ഷണം മാത്രമല്ല, മറിച്ച് ഭക്ഷണം, പാർപ്പിടം, പിന്നെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യങ്ങൾ എല്ലാം എന്താണ്? റിസ്ക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഭൗതികമായി നമുക്ക് സമ്പാദിക്കാനുള്ള കഴിവ്, ബുദ്ധിശക്തി എല്ലാം റിസ്ക്കാണ്.
അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ ഈ റിസ്ക് കിട്ടുന്നിടത്ത് എങ്ങനെ അറിയാം? ഇത് കിട്ടിയിടത്ത് ഏറ്റക്കുറവുകൾ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. കിട്ടാത്തവരായി ഈ ദുനിയാവിൽ ഒരു മനുഷ്യനും ഉണ്ടാവില്ല, ഒരു ജീവി ഉണ്ടാവില്ല. അള്ളാന്റെ റിസ്ക് കിട്ടാത്തവരായി ആരും ഉണ്ടാവില്ല. കിട്ടിയതിൽ ചിലപ്പോൾ എന്തുണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഏറ്റക്കുറവുകൾ ഉണ്ടാകുമെന്ന് മാത്രം. നിങ്ങൾ നോക്കിയേ, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതും കാണാത്തതുമായ സമസ്ത കോടി ജീവജാലങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ പടച്ച റബ്ബല്ലേ. അതിന്റെ വിശാലത എത്രയായിരിക്കും? ഖുർആനിൽ ഒരു ചോദ്യമുണ്ട്, ഞാൻ ഓതി വെച്ച ആയത്ത് അതിലേക്കാണ് പഠനം തരുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ജന്തുജാലങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും തരും. അവരുടെ റിസ്ക് എന്നത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അത് പടച്ചവൻ ഏറ്റെടുത്തതാണ്. അത് പടച്ചവൻ പറഞ്ഞത് അതിന്റെ താവളം എവിടെയാണ്, അത് അതിന്റെ ഭക്ഷണ വിഭവങ്ങൾ സൂക്ഷിച്ചു വെക്കപ്പെട്ടത് എവിടെയാണ്, എല്ലാം ആർക്കറിയും? ആ ജന്തുജാലങ്ങൾക്കറിയും. അപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങോട്ട് ജീവൻ പോയി എന്നുണ്ടെങ്കിൽ മരണപ്പെട്ടാല് ഈ ഇവിടെ തന്നെ കിടക്കാന്ന് വെച്ചോള്, ജീവനുള്ള ഒരു ശരീരത്തിലേക്ക് ഉറുമ്പ് വരൂലല്ലോ. അതേസമയം പേനുണ്ടാവും അവന്റെ തലയില്. മരണപ്പെടുന്നതോടുകൂടി ആ പേര് മുഴുവൻ ഇറങ്ങിപ്പോവുക. തൊട്ടടുത്ത സെക്കൻഡിൽ ഉറുമ്പരിക്കുക. ഓരോരോ വ്യത്യാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. എല്ലാം അല്ലാഹുവിന്റെ കിതാബിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ശരിക്കും അങ്ങനെ പഠിച്ചു നോക്കിയ ദാബത്ത് എന്നാണ് അള്ളാഹ് ഉപയോഗിച്ചത്. എല്ലാ ചലനശേഷിയുള്ള ജീവജാലങ്ങൾ. അപ്പൊ അതിലെന്തൊക്കെ വന്നു? ഈ ദുനിയാവിലെ എല്ലാ ജീവജാലങ്ങളും വന്നില്ലേ? അതിൽ സസ്യങ്ങളുണ്ട്, എല്ലാം ഉണ്ടല്ലോ, എല്ലാം പെടും. കാരണം അതിനൊക്കെ വളർച്ചയുള്ള എല്ലാ വസ്തുക്കളും. ഓ മഹാത്ഭുതമാണ്. ഒരു മണ്ണിനെ ഇങ്ങനെ പിളർത്തിയിട്ട് ഒരു വസ്തു, അതിന്റെ ഒരു മുകളം, അതിന്റെ ചെടി ഇങ്ങനെ മുകളിലേക്ക് വരിക. നമ്മൾ ആ മണ്ണിനെങ്ങനെ പിളർത്തണമെങ്കിൽ നമുക്ക് എത്ര സാഹസ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഒരു ചെറിയ പയറുമണി, ഒരു വിത്ത്, ആ വിത്തിന്റെ മുകളിങ്ങനെ അങ്ങോട്ട് പൊട്ടിയിട്ട് അതിന്റെ മുളങ്ങനെ മുകളിലേക്ക് വരുമ്പോ ഈ നമ്മൾ വിചാരിച്ച നടക്കാത്തൊരു സാധനമാണ്. ആ മണ്ണ് ഇങ്ങനെ വീണ്ടിങ്ങനെ കയറും അതിന്റെ മുകളിലേക്ക്. ആ ദിശ കൊടുക്കുന്നവനാണ്. അതെങ്ങാനും താഴോട്ടാണ് പോയിരുന്നതെങ്കിൽ എന്തായിരിക്കും? നമ്മൾ അന്നുണ്ടാവുക നമുക്ക്? അങ്ങനെ ഒന്നങ്ങനെ ആലോചിച്ച് നോക്കിയേ. കാടുകളിൽ എത്രയെത്ര വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പക്ഷികളുണ്ട്, പറവകളുണ്ട്, എണ്ണിയാൽ തീരാത്ത മൃഗങ്ങളുണ്ട്. ഈ മണ്ണിനടിയിൽ എത്രയെത്ര ജീവജാലങ്ങളുണ്ട്. സമുദ്രത്തിന്റെ അടിയിൽ എത്രയെത്ര ഇനങ്ങളിലുള്ള മത്സ്യങ്ങളുണ്ട്. ആരാണ് ഇവക്കൊക്കെ ആഹാരം നൽകുന്നത്? എല്ലാത്തിനും ആഹാരം വേണമല്ലോ. ആരാണിവയെ പോറ്റി വളർത്തുന്നത്? ഒന്ന് ആലോചിച്ചു. നമ്മൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓരോന്ന് ഞാൻ ഓരോന്ന് എടുക്കല്ല, ശരിക്കൊരു ഒരു നനവുള്ള ഒരു മണ്ണ്, ആ മണ്ണിന്റെ ഭാഗത്ത് എന്നിട്ട് നിങ്ങളൊന്ന് കളച്ചു നോക്കിയിട്ട് ആ മണ്ണ് കുറച്ചും എടുത്ത് നോക്കൊണ്ടിട്ടോ. ആ മണ്ണിൽ എത്രത്തോളം ജീവജാലങ്ങളുണ്ടാവും, എത്ര മൃഗങ്ങളുണ്ടാവും അറിയാം, എത്ര ജന്തുക്കളുണ്ട്, എത്ര പോന്ന ജന്തുക്കളുണ്ട്. അവക്കൊക്കെ, ജീവജാലങ്ങൾക്കൊക്കെ ഇവിടെ വിഭവങ്ങൾ ഒരുക്കിയിട്ടില്ലേ? പടച്ചു ചോദിക്കുന്നത് എത്ര ജീവജാലങ്ങളാണ്. അല്ലാതെ അവയുടെ റിസ്കിന്റെ ബാധ്യത വേറെ ആർക്കും ഇല്ലല്ലോ. അവക്കൊക്കെ അന്നം കൊടുക്കുന്നത് റബ്ബ, വയ്യാക്കും നിങ്ങൾക്കും തരുന്നത് റബ്ബ. അതിന്റെ അള്ളാന്റെ വേറെ സിഫത്ത് കൂടി അവിടേക്ക് വെച്ചു. അവനാണ് എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ. ഈ ഭൂമി ലോകത്ത് 8 ലക്ഷത്തിലധികം 8 മില്യണിലധികം ജീവിവർഗങ്ങൾ ഭൂമിയിലുണ്ട്. ഉറുമ്പുകളുടെ ഇനങ്ങൾ മാത്രം ഏകദേശം 12,000-ലധികം വിഭാഗങ്ങൾ ഉണ്ടല്ലോ. പൂമ്പാറ്റകള് 1 ലക്ഷത്തിലധികം ഇനങ്ങളുണ്ട്. മൊത്തം ഭൂമിയിലുള്ള 15% ജീവിവർഗങ്ങളും കടലിലാണ്, 80% കരയിലാണ്, 5% ശുദ്ധജലത്തിലാണ്.
ഒരു നീല തിമിംഗലം അത് വസിക്കുന്നത് ആഴക്കടലിലാണ്. അതിന്റെ വലുപ്പം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന 30 ആനകളെക്കാളും വലുപ്പമുണ്ടാവും ഒരു തിമിംഗലത്തിന്. അപ്പൊ അതിന്റെ വലുപ്പം എത്രയായിരിക്കും? അതിന്റെ വാസയോഗ്യമായ സ്ഥലം അതിന് വസിക്കാൻ ആഴക്കടലിൽ മാത്രമേ കഴിയുള്ളൂ. കാരണം അതിന് അങ്ങനെ കഴിയുള്ളൂ എന്ന് വെച്ചാൽ വേറെ ഒന്നും കൂടിയുണ്ട്. അതിനെങ്ങാനും ഇങ്ങനെ ഉപരിഭാഗത്തേക്ക് വന്നാൽ അതിന് ബാലൻസ് കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സൗകര്യങ്ങളൊന്നും നമുക്ക് പറ്റൂലായിരിക്കും. കാരണം നമ്മുടെ എല്ലാ അവസ്ഥകളും തെറ്റിപ്പോകില്ലേ? അങ്ങനെ ഒന്നുകൂടി ആലോചിക്കുക. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അല്ലാതെ വിശാലമായി റിസ്ക് തരുന്നവൻ ആരാ? നമ്മുടെ ആരുടെയും ഉത്തരവാദിത്വത്തിൽ അല്ലല്ലോ റിസ്ക് നൽകപ്പെടുന്നത്. സമുദ്രത്തിലെ ജീവജാലങ്ങൾക്ക്, മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ മനുഷ്യനെ ചുമതലപ്പെടുത്തിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിയുമോ? ഈ കാട്ടിലെയോ ഈ നാട്ടിലെയോ എല്ലാ ജീവജാലങ്ങൾക്കും നമ്മളാണ് അന്നം കൊടുക്കേണ്ടതെന്ന് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കിയെത്തുന്നുണ്ടോ? നമ്മുടെ ഒരാളുടെ അന്നം, നിങ്ങളുടെ കുടുംബത്തിലെ അന്നം അത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് നോക്കി നമുക്ക് എത്തുന്നുണ്ടോ? നിങ്ങൾ ശാന്തമായി ഇങ്ങനെ ഇതൊന്നും ആലോചിച്ചു. അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യമാണത്. അതുകൊണ്ട് പഠിക്കണേ പ്രിയരെ. ഉപജീവനത്തിന്റെ അടിസ്ഥാന സ്രോതസ് നമ്മുടെ റബ്ബാണ്. ആ റബ്ബ് നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് തീർച്ചയായും അള്ളാഹു നമുക്ക് ഉപജീവനം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ധൈര്യസമേതം അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളെ സമീപിച്ചുകൊണ്ട് ഉപജീവനം തേടുന്നവനാണ് വിശ്വാസി. ഞാൻ പറഞ്ഞ അർത്ഥത്തിലേക്ക് മനസ്സിലായല്ലോ? അള്ളാഹു നിശ്ചയിച്ചത് കിട്ടുമെന്ന ഉറച്ച ബോധ്യം മുഅ്മിനുകളായ നമുക്കുണ്ടാവണം. അങ്ങനെ വന്നാൽ എന്തറിയോ? നിരാശയില്ല, നിരാശ ഉണ്ടാവൂല. വീണ്ടും പറഞ്ഞുതരാം. അള്ളാഹു നമുക്ക് നന്നായി മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയ അന്നം തരുന്നവരുടെ മുമ്പിലാണ് കൃത്യമായ ഇബാദത്ത് തലകുലിക്കൽ ഉണ്ടാവുക. ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങളും ശ്രദ്ധിച്ചു നോക്ക്. നമ്മൾ ഒരു നേരം അന്നം കൊടുത്ത ജീവിവർഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടാൽ ഏറ്റവും കൂടുതൽ തലയാട്ടി നിൽക്കുക, വാലാട്ടി നിൽക്കുക, കുനിഞ്ഞു നിൽക്കുക അന്നം കൊടുത്ത ജീവികളായിരുന്നു. അതുകൊണ്ട് അള്ളാഹു റാസിഖാണെന്ന് പറഞ്ഞത്. ഈ അന്നം തരുന്നവന്റെ മുമ്പിൽ അവന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ, അവനെ മാത്രമേ വിളിച്ച് തേടാവൂ. അവൻ തന്നിടത്ത് ചിലപ്പോ കുറവുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ കുറവും പ്രശ്നങ്ങളും പരിഹരിച്ചു തരണമെന്ന് അവനോട് മാത്രമേ തേടാവൂ, വേറൊരാളോട് ചോദിക്കരുത്. അതിനാണ് നമ്മൾ വളരെ സിമ്പിളായി എന്ത് പറയാന്നറിയോ? തൗഹീദ് എന്ന് പറയാ. അവനെ മാത്രം വിളിക്കാം. കാരണം തന്നോനോടല്ലേ അതിന്റെ കുറവും കൂടുതൽ വേണമെന്നുള്ളതൊക്കെ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, റിസ്ക് ലഭിക്കില്ല എന്ന് കരുതി ആരും നിരാശപ്പെടാൻ പാടില്ല. അങ്ങനെ പറയണത് പല ആൾക്കാർക്കും നിരാശ ഈ കാര്യത്തിലാണ്. പലരും ആത്മഹത്യ ചെയ്യുന്നത് അവിടെയാണ്. അങ്ങനത്തെ ഒരു നിരാശ നമ്മളെ ബാധിക്കാനേ പാടില്ല. നമുക്ക് ആത്മധൈര്യം തരുന്ന, നമുക്ക് ആവേശം തരുന്നതാണ് ഞാൻ ഓതിയ ആയത്തുകളെല്ലാം. ഏതിനും അള്ളാഹു ഒരു ഖദർ വെച്ചിട്ടുണ്ട്, കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണങ്ങളെ തേടണം. അതിൽപ്പെട്ടതാണ് എന്നറിയോ? വിഭവങ്ങൾ ലഭിക്കാൻ അധ്വാനിക്കണം, ജോലി ചെയ്യണം, കൃഷി ചെയ്യണം, കച്ചവടം ചെയ്യണം. അള്ളാഹു അത്ഭുതം തരുമെന്ന് വിചാരിച്ച് അവനിങ്ങനെ മായാജാലം തരുമെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടല്ലോ, വെറുതെ ഇരിക്കാൻ പാടില്ല. ഇനി അന്വേഷണങ്ങളോ ഹറാമായ വഴിയിലൂടെ ആവാനും പാടില്ല. നേരെ ശ്രദ്ധിക്കണം. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ള നമ്മൾ പഠിക്കേണ്ട വാക്കതാണ്. ഹറാമായ വഴികളിലൂടെ ഉപജീവനം തേടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വഅജ്മിലൂ ഫിത്വലബി, നിങ്ങളുടെ ഉപജീവനം തേടുന്നത് നിങ്ങൾ വളരെ ഭംഗിയാക്കണം, മനോഹരമാക്കണം. ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തഫി റിസ്ഖഹാ വഇൻ നബ്ത അൻഹാ. എത്ര വൈകിയാലും
അള്ളാഹു നമുക്ക് വിധിച്ച നമ്മുടെ റിസ്ക് കിട്ടാതെ, നമുക്ക് അള്ളാഹു വിധിച്ചത് കിട്ടാതെ പടച്ചവൻ ഈ ഭൂമി ലോകത്ത് നിന്ന് നമ്മെ തിരിച്ചു വിളിക്കൂല. നേരെ എഴുതി വെക്കേണ്ട വാക്കാണത്. അള്ളാഹ് നമുക്ക് വിധിച്ചൊരു സാധനം നമുക്ക് പടച്ചു തരാതെ അള്ളാഹ് നമ്മളെ ദുനിയാവൊന്ന് തിരിച്ചു വിളിക്കൂല. അതുകൊണ്ട് വീണ്ടും പറയാണ്, അള്ളാഹനെ സൂക്ഷിക്കണേ. അജ്മിലു ഫി ത്വലബി, ഉപജീവനം അന്വേഷിക്കുന്നത് മനോഹരമാക്കണം. ഖുദു മാ ഹല്ല, അള്ളാഹ് ഹലാലാക്കിയതൊക്കെ സ്വീകരിച്ചോളൂ. വദഉ മാ ഹറം, അള്ളാഹ് ഹറാമാക്കിയതൊക്കെ ഒഴിവാക്കിക്കോളൂ. അള്ളാഹു നിശ്ചയിച്ച റിസ്ക് കിട്ടും. സത്യസന്ധമായി അധ്വാനിക്കണം. അങ്ങനെ വന്നാൽ നമുക്ക് മാനസിക സംതൃപ്തി വരും. പിന്നെന്തിനാ നമുക്ക് ബേജാറ്? പിന്നെന്തിനാ നമുക്ക് നിരാശ? നമ്മൾ അറിയണം, മനസ്സും ശരീരവും മാത്രം നന്നായാൽ പോരാ, സമ്പത്ത് കൂടി നന്നാവണം. മനസ്സിലായല്ലോ? സമ്പത്ത് കൂടി നന്നാവണം, അന്നം നന്നാവണം. ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട് നമ്മൾ നേടിയെടുത്ത വിശുദ്ധി സമ്പത്ത് ശുദ്ധമല്ലെങ്കിൽ രണ്ടും നഷ്ടപ്പെട്ടു. വല്ലാത്തൊരു വിഷയമാണത്. അതുകൊണ്ട് ആ നബിമാർക്ക് അള്ളാഹു നിർദ്ദേശം കൊടുത്തത് എന്തറിയോ? യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. അമ്പിയാക്കന്മാരെ അള്ളാഹു വിളിക്കാൻ, മുർസലീങ്ങളെ നിങ്ങൾ ത്വയ്യിബായത് തിന്നണം, എന്നിട്ട് വഅമലൂ സ്വാലിഹൻ, എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ നല്ലത് തിന്നണം, എന്നിട്ട് സുഹൃതങ്ങൾ ചെയ്യണം. എന്തിനാ അങ്ങനെ പറയണത്? സുഹൃതത്തിന് മുമ്പായി നല്ലത് തിന്നണമെന്ന് പറഞ്ഞാൽ, നല്ലത് തിന്നാതെ തിന്നുന്ന വിഭവത്തിൽ നന്മയില്ലെങ്കിൽ, അത് ഹലാലും ത്വയ്യിബുമല്ലെങ്കിൽ, നിങ്ങൾ എത്ര നിസ്കരിച്ചിട്ടും അള്ളാഹ് വിളിച്ചിട്ടും കാര്യമില്ല. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അമ്പിയാക്കന്മാരോട് അള്ളാഹു കൽപ്പിച്ചത് ത്വയ്യിബ് മാത്രമേ അള്ളാഹു കബൂൽ ചെയ്യുള്ളൂ എന്നാണ്. ഇത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും അള്ളാഹു കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് നമുക്ക് ഓതി തരുന്നത്. നിങ്ങൾ നോക്കി, എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, നമുക്ക് നമ്മുടെ ദുആ അള്ളാഹു, വളരെ സിമ്പിളാ, നമ്മുടെ ദുആ അള്ളാഹു കബൂൽ ചെയ്യുന്നില്ല എന്ന് എപ്പോഴെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നമ്മുടെ പോക്കറ്റിക്ക് നോക്കണം, നമ്മുടെ ബാലൻസ്, അക്കൗണ്ട് ബാലൻസിലേക്ക് നോക്കണം. അവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് അള്ളാഹു സ്വീകരിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. കാരണം എത്ര ഉണ്ട് എന്നുള്ളതല്ലോ. നോക്കി, കേസ്, തർക്കങ്ങൾ, കുടുംബ കലഹങ്ങൾ, ഭിന്നിപ്പുകൾ, കുടുംബ പ്രശ്നങ്ങൾ, എത്ര കൂടപ്പിറപ്പുകൾ തമ്മിൽ അകന്നു പോകുന്നു. എന്തിന്റെ പേരില? ഒരു ജ്യേഷ്ഠൻ അനിയനെ കൊല്ലുന്നു, അനിയൻ ജ്യേഷ്ഠനെ കൊല്ലുന്നു, വാപ്പയെ മക്കള് കൊല്ലുന്നു. ഒപ്പടി പ്രശ്നങ്ങൾ, കേസ് എത്ര എന്നറിയാം. ചോരകൾ, കൂടപ്പിറപ്പുകൾ, കോടതി വരാന്തകൾ കയറിയിറങ്ങുന്നു. എന്തിന്റെ പേരിലാണ്? ആരാ കൂട്ടരത് കൊണ്ടുപോവുക? ആരാ അത് കൊണ്ടുപോവുക? അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സമയമല്ല. അലക്സാണ്ടർ ചക്രവർത്തി മരിച്ച സമയത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്ക്, 33 അയാൾ മരിക്കുമ്പല്ലോ ഒരു സാമ്രാജ്യ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ആളാണ്. ഞാൻ മരിച്ചാൽ എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരാവണം. എന്റെ ഈ കഫൻ ചെയ്തിട്ടുള്ള, നിങ്ങൾ എന്നെ പൊതിഞ്ഞിട്ടുള്ള ആ തുണിക്ക് 2 ദ്വാരങ്ങൾ ഉണ്ടാക്കി എന്റെ കൈകൾ പുറത്തേക്കിടണം, ഇത് കെട്ടിവെക്കരുത്. എന്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന സമയത്ത് ഈ കൈകൾ ഇങ്ങനെ ആടിക്കളിക്കട്ടെ. ഞാൻ വെട്ടിപ്പിടിച്ച സ്വത്ത് മുഴുവനും എന്നെ കാണാൻ നിൽക്കുന്ന ആളുകളിലേക്ക് എറിഞ്ഞു കൊടുക്കണം. എനിക്കെന്തിനു സമ്പത്താ, എനിക്കെന്തിനാ പണം? അല്ലെ? ആ വാക്കുകളെ ഒന്നുകൂടി ഇങ്ങനെ ചേർത്തി വെച്ചു നോക്കുക. ഒന്ന് വെച്ചു നോക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ കയ്യെ ഞാൻ പലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്നും കൊണ്ടുവന്നില്ല. അതുകൊണ്ടാണല്ലോ പിന്നെ ശ്രദ്ധിച്ചു നോക്കിയുണ്ട്, ജനിച്ച ഒരു കുട്ടിയുടെ, ചെറിയ കുട്ടിയുടെ കൈ നമ്മൾ ഫോട്ടോ കാണുമ്പോൾ എങ്ങനെയാ കാണുക? മരിച്ചോന്റെ ഒരു കൈ ഇങ്ങനെ കാണുന്നത് അങ്ങനെ മരവിച്ച കയ്യാ, ഒന്നും കൊണ്ടുപോകില്ല. എന്തിനാണ് വെട്ടിപ്പിടിക്കുന്നത്? എന്തിനാണ് അന്യന്റേത്? അല്ലേ? അപ്പൊ തോന്നുന്നു നമുക്ക്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചില കടകളിലൊക്കെ നമ്മൾ ചെന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവന്റെ കട തന്നെ ആയിരിക്കും, എന്നാലും കാണാം ആ പിന്നെ ഈ എന്താണ്
ഇതൊക്കെ ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ ഇരിക്കണത്, കടലൊക്കെ ഇരിക്കണ പെട്ടി ഒന്ന് തുറന്നു, 2 എടുത്തു, നമ്മളിങ്ങനെ വായിലേക്ക് ഇട്ടു. ഇവന്റെ പഴക്കൊല പിന്നെ ഫ്രൂട്ട്സ് കടയിലുണ്ട്, ഒരു പഴം നമ്മളിങ്ങനെ ഒന്ന് വിരിഞ്ഞു, നമ്മള് ഭയങ്കര ബന്ധാണ്. ഉസ്താദ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഇനി ഇവൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കുഴപ്പമില്ല എന്നല്ല, അവനൊരു ചിരി ഉണ്ടാവും. എടുത്തോന്ന് പറയും. ഇങ്ങനെ കൈകൊണ്ട് കാട്ടിയ ഉറപ്പിച്ചോളി, ഇത് നല്ല ഒരു രൂപത്തിലാവൂല എന്നുള്ളതാ. ഇത് ഏത് അക്കൗണ്ടിലാണ് നമ്മൾ ചേർക്കുക? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ഇത് നോൺ സ്റ്റോപ്പാണ്. എല്ലാ വിശിഷ്ട ഭക്ഷണങ്ങളും തന്റെ അടിമകൾക്ക് അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. അതിനെ നിഷിദ്ധമാക്കാൻ ആർക്കും അവകാശമല്ല. കുൽ മൻ ഹറമ സീനത്തല്ലാഹി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതു മിനർ റിസ്ഖി. ത്വയ്യിബാത്തുകൾ മാത്രം റിസ്ഖിൽ നിന്ന് അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. എന്താണ് ത്വയ്യിബാത്തുകൾ? അത് ഒരുപാട് വിശദീകരിക്കേണ്ട വാക്കുകളാണ്. ഈ ത്വയ്യിബ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യകരവുമാണ്. സ്വന്തമായി നമ്മുടെ കൈകൾ കൊണ്ട് അധ്വാനിച്ച വിഭവങ്ങൾക്കാണ് ത്വയ്യിബ് എന്ന് പറയാം. ഹലാൽ എന്ന് പറഞ്ഞാൽ അത് മതപരവുമാണ്. ഈ 2 റൂട്ടും ശരിയാണ്, 2 ശരിയാവണം. എന്നിട്ട് അതിന് ചില ഉലമാർ കൊടുത്ത വിശദീകരണം എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ശുദ്ധമായ വസ്തുക്കളാവണം നമ്മൾ ഭക്ഷിക്കേണ്ടത്. വൃത്തികെട്ടതോ അശുദ്ധമോ ദുർഗന്ധമോ നിൽക്കുന്നതോ ആയത് നമ്മൾ തിന്നരുത്. കാരണം മറ്റു പല ജീവികളുണ്ട്, അത് അശുദ്ധമായതേ തിന്നുള്ളൂ. രണ്ടാമത്തത്, ആഹരിക്കുന്നത് തന്നെ ആ വസ്തുക്കളുടെ വൃത്തിയുള്ളതും ഫലവത്തായ ഭാഗവുമാണ് നമ്മൾ തിന്നേണ്ടത്. പഴം നമ്മൾ തിന്നുകയാണെങ്കിൽ അതില് പ്രധാന നിശ്ചിതമായതാണല്ലോ തിന്ന, ബാക്കിയുള്ള വേറെ മൃഗങ്ങൾ തിന്നുള്ളൂ. 3, പിന്നെ വിശദീകരിക്കാൻ സമയം നിങ്ങൾ ആലോചിച്ചോളുണ്ട്. ഒരു വസ്തുവിനെ തന്നെ മറ്റൊന്നുമായി ചേർത്ത് കൂടുതൽ രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മളോടാണ് അള്ളാഹു തിന്നാൻ പറഞ്ഞത്. ബാക്കി ഈ പ്രപഞ്ചത്തിൽ ഏതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ജീവികൾക്കൊന്നും അങ്ങനെ ഒരു തീറ്റല്ലല്ലോ. അങ്ങനെ അള്ളാഹു നമ്മെ വിശുദ്ധ ഭോജിയാക്കിയിട്ട് നമ്മളായിട്ട് അശുദ്ധി ഭക്ഷിക്കാൻ പറ്റൂല. കാരണം അശുദ്ധി തിന്നാൽ, ഹലാലല്ലാത്തത് തിന്നാൽ, ത്വയ്യിബല്ലാത്തത് തിന്നാൽ അതോടുകൂടി ഈ സൃഷ്ടാവായ റാസിക്കായ റബ്ബ് നമ്മളെ അകറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് പ്രിയരെ, നീട്ടി പറയാൻ സമയമല്ല. അങ്ങനെ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെ പിടിച്ചിട്ട് ഒരാള് ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തന്നു. ആ സീറ്റിൽ നമ്മളെ ഇരുത്തിയിട്ട് നമ്മുടെ കെടുകാര്യസ്ഥത കൊണ്ട് നമ്മെ ഏൽപ്പിച്ചു തന്നവന് നഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ സ്വർഗത്ത് പോകൂല എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇന്നൊരു ജോലി ഏൽപ്പിച്ച് അതിനാണ്ട് ആകപ്പാടെ തരിപ്പണാക്കിയിട്ടാണ് ഓണറെ കയ്യിൽ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണം പിടിക്കില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ റാസിക് എന്ന വാക്കിലേക്ക് ചേർത്ത് പറഞ്ഞുതരാം. പിന്നെ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുള്ള എന്തറിയാമോ? നമ്മളൊക്കെ പറയാറുണ്ട് നമ്മൾ ഭയങ്കര ബിരുദന്മാരാണെന്നുള്ളൊരു തോന്നലുണ്ടാവും നമുക്കൊക്കെ. വേറൊരാളെങ്ങനെ പറ്റിച്ച് ഒരുപാട് സംഗതികൾ ഉണ്ടാക്കാന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ അറിയാത്ത വഴികളിലൂടെ നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. 2 ആളുകൾ തമ്മിൽ, ഒരാള് വെണ്ണ കൊടുക്കുന്നു, ഒരാള് അതിന് പകരം റൊട്ടി കൊടുക്കുന്നു. അങ്ങനെ 2 കച്ചവടം ഉറപ്പിച്ചു. നിങ്ങൾ തരുന്ന റൊട്ടിക്ക് സമാനമായി ഞാൻ നിങ്ങൾക്ക് വെണ്ണ തരാം. അങ്ങനെ നോക്കിയപ്പോ ഈ റൊട്ടി തരുന്ന ആള് മുആവിയന്റെ കോടതിയിൽ കേസ് കൊടുത്തു. ഇയാളെ എന്നെ വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായിരിക്കണം. ഇയാൾ ആദ്യം തരുന്ന അത്ര വെണ്ണയല്ല, ഇപ്പോൾ എണ്ണ എനിക്ക് കുറച്ചാണ് തരുന്നത്, ഇയാൾ വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ വെണ്ണ കൊടുക്കുന്ന കർഷകനുണ്ടല്ലോ, പാലുണ്ടാക്കണ ഈ കർഷകൻ നിരപരാധി, ഭയങ്കര സാധുവാണ് അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കോടതിയിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു മനസ്സ് എനിക്കില്ല. ഞങ്ങൾ തമ്മിലുള്ള നിബന്ധന എന്താണെന്ന് വെച്ചാൽ അയാൾ എനിക്ക് എത്ര റൊട്ടിയാണോ തരുന്നത് സമാനമായ തൂക്കമുള്ള എണ്ണ കൊടുക്കാന്നാണ്, വെണ്ണ കൊടുക്കാന്നാണ് ഞങ്ങൾ തമ്മിലുള്ള കരാറ്. അപ്പൊ ജഡ്ജി പറഞ്ഞു, ഇയാൾ കൊടുക്കണ റൊട്ടിയുടെ കനം എത്രയാണ്, ആദ്യം ഉള്ളത് ഉപ്പുള്ളത് നോക്കാൻ പറഞ്ഞു.
ഇയാളെ ഭയങ്കര വിരുദാണ്. മൂപ്പരെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ റൊട്ടിയുടെ കനം കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പുറത്തുനിന്ന് കൂടുതൽ കിട്ടണമെന്നാ വിചാരിച്ചത്. അപ്പൊ ഞാൻ നിങ്ങളെ വഞ്ചിക്കുന്നു എങ്കിൽ ഞാൻ അറിയാതെ തന്നെ ഞാൻ വഞ്ചിക്കപ്പെട്ടു കൊണ്ടിരിക്കുമെന്നത് ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രിയരെ, നമ്മൾ തിരിച്ചറിയുക. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഒരു ദിവസം രാത്രിയില് ഞങ്ങൾക്ക് ഈ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. തന്റെ പ്രിയതമ കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത ഒരു ആപ്പിളിന്റെ കഷ്ണം അങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഫാത്തിമ എവിടെ നിന്നാണ് നിനക്കിതെന്ന് ചോദിച്ചു. നമ്മുടെ കുട്ടി നേരത്തെ കരഞ്ഞപ്പോ കുട്ടിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ആപ്പിൾ പിടിച്ചു വാങ്ങിയില്ലേ, അതിന്റെ വേദന കൊണ്ട് ഇവര് ബൈത്തുൽ മാലിൽ നിന്ന് അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടുന്ന വിഭവത്തിൽ നിന്ന് ഒരു അല്പം എടുത്തിട്ട് എന്ത് ചെയ്തു എന്നറിയോ, അത് വിറ്റ് ഒരു ആപ്പിൾ വാങ്ങി ഒരു കഷ്ണം ഭർത്താവിനും കൂടി വെച്ചു കൊടുത്തതാ. 36 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരനാണ് ഭരണാധികാരി. അപ്പൊ പാതിരാവിന്റെ ഒരു സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ പറയുന്ന വാക്കെന്തറിയാമോ? ഈ ആപ്പിൾ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നാളെ നമ്മുടെ മക്കൾക്ക് ഇന്ന് ഒരു ആപ്പിൾ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അർഹതയില്ലാത്തൊരു സാധനം, ഒരു വസ്തു നമ്മുടെ മക്കൾ തന്നിട്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഉമറും കുടുംബവും പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് കരയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ നമുക്കൊക്കെ ഇസ്ലാമിക ലോകത്ത് കാണാം. കൊണ്ട് തേടണം സഹോദരങ്ങളെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഒന്നിന്റെ കൂടെ പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തന്നെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരമുള്ള അറിവ് തരണേ റബ്ബേ, വറിസ്ഖൻ ത്വയ്യിബ, ത്വയ്യിബായ റിസ്ക് തരണേ റബ്ബേ, വഅമലൻ മുതഖബ്ബല, ചെയ്യുന്ന അമല് നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാകണേ റബ്ബേ. ഇതിനാണ് ക്രമീകരിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, റസാഖായ റബ്ബിനെ തിരിച്ചറിയുക. അങ്ങനെ പ്രാർത്ഥനയോടെ വിശുദ്ധമായി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദ് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെല്ലാം നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഒന്ന്, ഈ വെള്ളിയാഴ്ച നമ്മൾ ജുമ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ ഒരു സമ്മേളനം കോഴിക്കോട് വെച്ച് ഈ മാസം അവസാനം നടക്കുന്നുണ്ട്. ആ കുട്ടികളുടെ ആ കൂടിച്ചേരലിന് വേണ്ടുന്ന ചെറിയൊരു വിഭവ സമാഹരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഞാൻ പിന്നീട് പറഞ്ഞു തരണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം, ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, അടുത്ത വെള്ളിയാഴ്ച ആവുമ്പോഴേക്ക് ഏതായാലും ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞിരിക്കും. വോട്ടവകാശം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ ഓരോരുത്തരും നിർവഹിക്കണം. ഒറ്റ വാക്ക് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നുള്ളൂ. കാരണം ഇപ്പൊ നമ്മുടെ SIR ഫോമിലുള്ള പേരുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കി ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിച്ചിരുന്നു. അത് വളരെ ബോധത്തോടുകൂടി തന്നെ ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൂടാതെ നാവ് കൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ നശിച്ചു പോകുന്നതിനെ തൊട്ട് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് 2 അജ്വഫാനി, പൊള്ളയായ 2 വസ്തുക്കളാണെന്ന്. ഒന്ന് അൽഫം വൽ ഫർജ്, ഒന്ന് നമ്മുടെ വായും നമ്മുടെ ഗുഹ്യാവയവുമാണ്. നാട്ടിൽ പല നിലക്കുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകാം, പറയുന്നവർക്ക് പലതും പറയാം. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എല്ലാവരും പറയണത് പോലെ പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് വളരെ ബോധ്യപൂർവമാണ്, സൂചന മതിയാവും നിങ്ങൾക്ക്. നാട്ടുകാർ എന്തോ പറഞ്ഞിട്ട് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അനാവശ്യമായത് ഒന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്. എക്സ് ഓർ വൈ, നമ്മൾ എന്താണെങ്കിലും അനാവശ്യമായ വാക്കുകളിലോ
പ്രവർത്തനങ്ങളിലോ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോകം മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. നമുക്ക് ഈ ലോകം മാത്രമല്ല, പരലോകത്ത് കൂടെ നമ്മുടെ കർമ്മങ്ങൾ വേണമെന്ന ബോധ്യത്തോടെ നമ്മൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിസ്കിന്റെ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ പോകണം. പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാവണം. പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ തടസ്സമുള്ള ഒരു മേഖലയിലും നമ്മൾ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജീവിക്കുന്ന രാജ്യത്തോടുള്ള കടപ്പാടുകൾ നിർവഹിച്ച് ശ്രദ്ധയോട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. എപ്പോഴും പ്രാർത്ഥനയും നല്ല ഭാഗ്യങ്ങൾ നിലകൊള്ളാനും ശ്രമിക്കുക. റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അല്ലാഹു നമുക്ക് സന്തോഷകരമായ സാന്നിധ്യം അവസ്ഥകൾ രണ്ട് ലോകത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അല്ലാഹു കാത്തിരക്ഷിക്കുകയും വന്നുപോയ പിഴവുകൾ അല്ലാഹുവിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്ത് മാറ്റി തരികയും ചെയ്യുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സംതൃപ്തമായി ചൊല്ലി അതിലേറെ സന്തോഷത്തോടെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ച നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ ഉമ്മത്തിനെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ജീവിക്കുന്ന നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി അല്ലാഹു നമ്മെയും നമ്മുടെ ഈ രാജ്യത്തെയും ഒക്കെ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത് റബ്ബനാ ഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.